അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഞാനിന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന ടോപ്പിക്ക് അത് സയൻറ്റിഫിക് ഡോഗ്മനെതിരെ, അതായത് ഫിലോസഫി ഓഫ് സയൻസാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫിലോസഫി ഓഫ് സയൻസിൽ വരുന്നൊരു പ്രധാനപ്പെട്ട ഒരു ഡോഗ്മ, സയൻറ്റിഫിക് ഡോഗ്മയുടെ എൻഡ് എന്നുള്ള നിലക്ക് അതിലേക്ക് കോൺഷ്യസ്നെസ് തുടങ്ങിയ സങ്കല്പങ്ങളെ പറയുന്ന ഒരു സെഷനാണ്. ഞാനിതാദ്യം ഈ വിഷയത്തെക്കുറിച്ചിട്ട് ഇങ്ങനെ കൺസീവ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായ ഒരു അഭിസംബോധകർ ഈ സയൻറ്റിഫിക് ഡോഗ്മയിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. പക്ഷെ ഇവിടെ സയൻറ്റിഫിക് ഡോഗ്മയിൽ വിശ്വസിക്കുന്ന മീൻസ് ഡോഗ്മ എന്ന് പറയുന്നത് ഒരു പ്രമാണം, അത് ഒരു മാറാത്ത പ്രമാണം എന്ന് പറയാം. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഒരു സയൻറ്റിഫിക് ഡോഗ്മയാണ് എവല്യൂഷൻ എന്ന് പറയും, പരിണാമം. സ്പീഷീസുകൾ എവല്യൂഷനിലൂടെ ഉണ്ടായതാണെന്നുള്ള അതൊരു ഡോഗ്മയാണ്. അപ്പോൾ ആ ഡോഗ്മയിൽ തന്നെ ധാരാളം ഇത് നമ്മളിപ്പോൾ റിലീജിയനുമായിട്ട് നോക്കുകയാണെങ്കിൽ അതിലൊരു ഓർത്തഡോക്സി സംഭവമുണ്ട്, ഓർത്തഡോക്സി. അപ്പോൾ ഈ ഓർത്തഡോക്സി ആണ് ഡോഗ്മ. ഡോക്സി എന്ന് പറഞ്ഞാൽ ഡോഗ്മ എന്നാണ്. ഓർത്തോ എന്ന് പറഞ്ഞാൽ ശരിയായ, അതായത് ട്രൂ ആയിട്ടുള്ളത് ഇത് മാത്രമാണ് എന്ന് പറയുന്ന ഒരു സംഭവത്തിനെയാണ് നമ്മൾ ഓർത്തഡോക്സി എന്ന് പറയുന്നത്. ഇപ്പോൾ അതിൽ സയൻസിലുള്ള എർത്ത് റൗണ്ടാണെന്നുള്ളത് അതിൻ്റെ ഓർത്തഡോക്സിയാണ്. അതിനെ കൗണ്ടർ ചെയ്യുന്ന പല പ്രസ്ഥാനങ്ങൾ, അതിലൊരു മൂവ്മെൻ്റാണ് ഈ ഫ്ലാറ്റ് എർത്തേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു മൂവ്മെൻ്റ് ഉണ്ട്. അതായത് അവർ പറയുന്നത് ഭൂമി പരന്നതാണെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട് പല. അത് അതിൻ്റെ അകത്തുള്ള ഹെറ്ററോഡോക്സിയാണ്. ഹെറ്ററോഡോക്സി എന്ന് പറയുന്നത് ശരിയായ പ്രമാണത്തിൽ നിന്ന് മാറി അഭിപ്രായം പറയുന്നവരെയാണ് ഹെറ്ററോഡോക്സി എന്ന് പറയുന്നത്. അപ്പോൾ ഡോഗ്മ എന്ന് പറഞ്ഞാൽ സയൻസിൻ്റെ പ്രമാണങ്ങൾ ശരിയാണ്, അത് സാധുവാണ്, അതിന് അപ്പുറത്തേക്കൊന്നും പറയാൻ കഴിയില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഭയങ്കര ഡോഗ്മാറ്റിസ്റ്റുകളുണ്ട്. ഡോഗ്മാറ്റിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഈ ഓർത്തഡോക്സി ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഡോക്കിൻസ്, റിച്ചാർഡ് ഡോക്കിൻസ്. അദ്ദേഹം ഒരു ഡോഗ്മാറ്റിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലങ്ങളായിട്ടുള്ള അനുഭവ പരിചയം, പഠനം, ഗവേഷണം ഇതിലൂടെ രൂപപ്പെടുന്നതാണ് അതിൻ്റെ ഡോഗ്മാറ്റിസം. പക്ഷേ ഈ ഡോഗ്മാറ്റിസത്തിന് എതിരായിട്ട് പലപ്പോഴും അതിനകത്ത് വിഭിന്നമായ അഭിപ്രായങ്ങൾ രൂപപ്പെടാറുണ്ട്. ഇപ്പോൾ ഉദാഹരണം, എവല്യൂഷനിൽ തന്നെ എവല്യൂഷണറി ബയോളജിസ്റ്റായ ഒരു സ്റ്റീഫൻ ജെ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഡാർവിനിയനാണ്. അദ്ദേഹം ഈ ഡോക്കിൻസിൻ്റെ പല ആർഗ്യുമെൻസിനെയും അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ. അപ്പം ഇത് ഈ ഡോഗ്മയിൽ വരുന്ന, ഓർത്തഡോക്സിയിൽ വരുന്ന ഉൾപ്പിരിവുകളാണ്. അപ്പം ശരിക്കും എൻ്റെ അഭിസംബോധകരായിട്ട് എൻ്റെ മുമ്പിൽ ഡോഗ്മാറ്റിസ്റ്റുകളില്ല, സയൻറ്റിഫിക് ഡോഗ്മാറ്റിസ്റ്റുകളില്ല. ഞാനിവിടെ സംസാരിക്കുന്നത് തിയോളജിയിൽ പഠിക്കുകയും തിയോളജിയിൽ നാളെ സമൂഹത്തിന് മാർഗദർശനം നടത്താൻ ട്രെയിൻഡായിട്ടുള്ള ആളുകളോടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ എൻ്റെ ടോപ്പിക്കിൻ്റെ 2 പോയിൻ്റ്, അത് കോൺഷ്യസ്നെസ്, കോൺഷ്യൻസ് എന്ന് പറയുന്ന ആ പോയിൻ്റ് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ നോമ്പിന് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു വീഡിയോ അയച്ചു. ഫ്രണ്ട് മീൻസ് അയാളൊരു ലാപ്സ്ഡ് മുസ്ലിം എന്നാണ് സ്വയം വിശേഷിപ്പിക്കുന്നത്. എക്സ് മുസ്ലിം എന്ന് പറയും. എക്സ് മുസ്ലിം എന്ന് അയാൾക്ക് സ്വയം വിശേഷിപ്പിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ അദ്ദേഹം ലാപ്സ്ഡ് മുസ്ലിം എന്നാണ് വിഷയം. കാരണം ഇസ്ലാമിനകത്തുള്ള കുറേ ആസ്പെക്റ്റുകൾ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്തതാണ്, ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്ത ഒരു ലാപ്സ്ഡ് മുസ്ലിം ആയിട്ടുള്ള ഒരാൾ.
അപ്പോൾ പുള്ളി നിസ്കരിക്കില്ല, നോമ്പ് പിടിക്കില്ല, പക്ഷേ മിസ്റ്റിസിസം ഇഷ്ടമാണ്, റൂമിനെ വായിക്കും. അപ്പം അങ്ങനെ ഉള്ള ഒരു സംഭവം. അപ്പോൾ പുള്ളി സ്വയം വിശേഷിപ്പിക്കുന്നത് ലാപ്സ്ഡ് കാത്തലിക്സ് എന്ന് പറയാറുണ്ട്. ആ ഒരു ഇതിൽ ഞാൻ ലാപ്സ്ഡ് മുസ്ലിമാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾ എനിക്കൊരു വീഡിയോ അയച്ചു തന്നത്. അതിൽ ഈ നോമ്പ് പിടിച്ചാൽ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പറയുന്ന ഒരു ആരിഫ് ഹുസൈൻ്റെ ഒരു വീഡിയോ ആണ് അയച്ചത്. അപ്പോൾ അത് നോമ്പ് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ഒരു പ്രത്യേകിച്ചും ഈ എത്തിസ്റ്റുകളുടെ ഇടയിലുള്ള ഒരു പ്രിഡോമിനൻ്റ് പൊസിഷൻ അതാണ്, നോമ്പ് പിടിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. അത് ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയാറുണ്ട്. ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിങ്ങിൽ നോമ്പ് ഉൾപ്പെടുത്താൻ കഴിയില്ല, കാരണം ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിങ്ങിൻ്റെ പ്രോട്ടോക്കോൾസിലൊന്നും നോമ്പ് വരുന്നില്ല എന്നാണ് ആ ഒരു വാദം. പക്ഷേ ഇപ്പോൾ സയൻറ്റിഫിക് റിസർച്ചിൽ RIF എന്ന് പറഞ്ഞിട്ട് ഒരു ടേം ഉണ്ട്, അതായത് റമദാൻ ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. അത് ഇപ്പോഴുള്ള ശീലിച്ച് വെച്ചിട്ടുള്ള, അതായത് ഡയറ്റിംഗ് എന്ന് പറയുന്ന ഫീൽഡ്, ന്യൂട്രീഷൻ അതുപോലെ ഡയറ്റിംഗ് ഫീൽഡ് വളരെ വിപുലമാണ്. പലതരത്തിലുള്ള ഡയറ്റുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണം ഗോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഡയറ്റ് ഉണ്ട്, ഗാലൻ ഓഫ് മിൽക്ക് എ ഡേ എന്ന് പറഞ്ഞിട്ട്. അതായത് ഒരു ദിവസം പാല് മാത്രം കുടിക്കുന്നു. അതൊക്കെ ഇപ്പോൾ ന്യൂട്രീഷനിലും അതുപോലെ തന്നെ എക്സസൈസ് സയൻസിലും ഒക്കെ വളരെ പ്രചാരം കിട്ടിയിട്ടുള്ള ഡയറ്റിങ്ങാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇപ്പോൾ റമദാൻ ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ് ഒക്കെ സ്വീകാര്യത കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം ഞാൻ ഇത് ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ആരിഫ് ഹുസൈൻ്റെ വാദം ഞാൻ വളരെ വാലിഡായ ഒരു വാദമായിട്ട് അവതരിപ്പിക്കുകയല്ല. കാരണം അതിനകത്ത് സാധാരണ ഈ മതത്തിലുള്ളവരും മതത്തിനെ വിമർശിക്കുന്നവരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അത് ഏതെങ്കിലും ഒരു സയൻറ്റിഫിക് ഫൈൻഡിങ്സ് എവിടെന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മറുപൂർവ്വമൊന്നും ആലോചിക്കാതെ അതിങ്ങനെ പ്രസൻറ്റ് ചെയ്യുക, അത് ഒരു വാലിഡായ യൂണിവേഴ്സലായ ഒരു ട്രൂത്താണെന്നുള്ള രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യും. നമ്മൾ ഏത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസർച്ച് പേപ്പറാണെങ്കിലും ആ റിസർച്ച് പേപ്പറിൽ ഏറ്റവും അവസാനം വരുന്നത് ഒരു പോയിൻ്റ് ഉണ്ട്, ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞിട്ട്. അതായത് ആ സ്റ്റഡിയുടെ ലിമിറ്റേഷൻസ് എന്താണെന്നാണ് അതിൽ പറയുക. അപ്പോൾ ഇത് മനസ്സിലാക്കാതെയാണ് നമ്മൾ ഈ ആയത്തുകൾ ഉദ്ധരിക്കുന്ന പോലെ സയൻറ്റിഫിക് പേപ്പറുകൾ ഇങ്ങനെ ഉദ്ധരിക്കുന്നുണ്ട്. ആ സ്വഭാവം ഇപ്പോൾ എത്തിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ വാലിഡായിട്ടുള്ള ഡോക്യുമെൻറ്റുകളൊന്നും ഇല്ല. പക്ഷേ മതവിശ്വാസികൾ മതത്തിനകത്ത് ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ സയൻറ്റിഫിക് വാലിഡിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഈ പേപ്പർ ഉദ്ധരിക്കുന്നതിൽ വളരെ അത് സയൻറ്റിഫിക്കായ ഒരു മെത്തേഡല്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ എൻ്റെ സുഹൃത്തിനോട്, ലാപ്സ്ഡ് മുസ്ലിമായ ഈ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, ഈ വീഡിയോ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ നമുക്കിപ്പോൾ AI ഒക്കെ വികസിച്ച സമയമാണ്. നമുക്ക് ഒരു ദിവസം കൊണ്ടോ 1.5 ദിവസം കൊണ്ടോ നമുക്ക് ഒരു മെറ്റാ സെർച്ച് നടത്താം. നിങ്ങൾ ഗൂഗിൾ സ്കോളറിൽ എടുത്തിട്ട് അതിന് ധാരാളം കീവേഡ്സ് ഉണ്ട്. ആ കീവേഡ് നമ്മളെ സ്റ്റാർ സൈനാണ്, ആസ്ട്രിക്സ്. അത് വെച്ചിട്ട് നിങ്ങൾ റമദാൻ ലിവർ ഡിസീസ്, റമദാൻ ക്യാൻസർ, റമദാൻ കിഡ്നി ഡിസീസ്, ഏത് ഡിസീസും ഈ രീതിയിൽ മെറ്റാ സെർച്ച് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പേപ്പറുകൾ വരും, ധാരാളം പേപ്പറുകൾ വരും. അപ്പം അതിലൊരു പേപ്പർ, ആ ഒരു പേപ്പർ ഇതാണ്, സിസ്റ്റമാറ്റിക് റിവ്യൂ ആണ്. സിസ്റ്റമാറ്റിക് റിവ്യൂ എന്ന് പറഞ്ഞാൽ ഇതുവരെ ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള സയൻറ്റിഫിക് ആർട്ടിക്കിൾസിൻ്റെ അനാലിസിസാണ് മെറ്റാ അനാലിസിസ് എന്ന് പറയും. അപ്പം മെറ്റാ അനാലിസിസ് നടത്തിയിട്ടുള്ളൊരു ഫൈൻഡിങ് ഒരു പേപ്പറാണ്. അത് ധാരാളം റിസർച്ച് പേപ്പറുകളുടെ റിവ്യൂ ആണ്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ട്, NAFLD എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ NAFLDക്ക് റമദാൻ ഫാസ്റ്റിങ് വളരെ നല്ലതാണ് എന്ന് പറയുന്ന പേപ്പേഴ്സ് ധാരാളമുണ്ട്. അത് അതിനകത്തുള്ള വേറൊരു ഡോക്മാറ്റിക് ഫൈൻഡിങ് പോലെ നിലനിൽക്കുന്ന സംഭവമാണ്. എന്ന് മാത്രമല്ല, റമദാൻ ഫാസ്റ്റിങ് ഈ ലിവർ ഡിസീസിനോടൊപ്പം തന്നെ
ഡയബറ്റിക്സ് ഉള്ള ആളുകൾ ഫാസ്റ്റ് ചെയ്യരുതെന്നും അതിൽ പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ രോഗികൾക്ക്, ഇത് രോഗികളിൽ നടത്തിയ പഠനമാണ്. രോഗികളല്ലാതെ ഒരാൾക്ക് രോഗം ഉണ്ടാകുമോ എന്നൊരു പഠനം ഇതുവരെ വന്നിട്ടില്ല. കാരണം അങ്ങനെ ഒരു സാധ്യതയില്ല അതിനകത്ത്. ഞാനിവിടെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഡേറ്റ പറയുകയല്ല, എൻ്റെ മെയിൻ ഒരു ആർഗ്യുമെൻറ്റിലേക്ക് പോകുന്നതിൻ്റെ ഒരു സാമ്പിളായിട്ട് ഞാനിതിവിടെ പറഞ്ഞതാണ്. നമ്മൾ ഈ ഡിസീസ്, അതുപോലെ തന്നെ ഹ്യൂമൻ കണ്ടീഷൻ, പെയിൻ, സഫറിങ്, ഫിസിക്കലായിട്ടുള്ള, മെൻ്റൽ അല്ല, ഫിസിക്കലായിട്ടുള്ള ഹ്യൂമൻ കണ്ടീഷൻസ്, ഡിസീസ് ആവാം, വൈകല്യങ്ങൾ, ശാരീരിക വൈകല്യങ്ങളാവാം. അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക വിശ്വാസം സ്വീകരിക്കുന്നത് കൊണ്ട് ഒരാൾക്ക് ശാരീരിക വൈകല്യങ്ങൾ ഉണ്ടാകുമോ? ഫുട്ബോൾ എല്ലാ ദിവസവും വൈകുന്നേരം കളിക്കുന്നവർക്ക് മുട്ടുകാലിന് തേയ്മാനം ഉണ്ടാകുമോ? ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. ഒരു പ്രത്യേക ആറ്റിറ്റ്യൂഡ്, ഒരു പ്രത്യേക വിശ്വാസം, ഒരു പ്രത്യേക ഹാബിറ്റ് ഏതെങ്കിലും ഒരു ഡിസീസിന് വഴിവെക്കുമോ എന്നുള്ള അന്വേഷണം ശരിക്കും സയൻസിൻ്റേതല്ല. അത് കുറച്ചും കൂടെ പറഞ്ഞാൽ എത്തിക്സിൻ്റേതാണ്, ഫിലോസഫിയുടെ. അതിന് ഏറ്റവും വലിയൊരു എവിഡൻസ് ആയിരുന്നു നമ്മൾ COVID-19 എന്ന് പറഞ്ഞിട്ടുള്ള പാൻഡമിക്. ആ പാൻഡമിക് നമ്മളുടെ എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ചുകൊണ്ട് ഇന്ന് കാണുന്ന ആളുകൾ നാളെ ഇല്ല. ആ രീതിയിൽ നമ്മളുടെ ജീവിതത്തെക്കുറിച്ചിട്ടും അസുഖത്തെക്കുറിച്ചിട്ടും സഫറിങ്ങിനെ കുറിച്ചിട്ടും ഒക്കെയുള്ള നമ്മളുടെ സങ്കല്പങ്ങളെ തെറ്റിച്ച് കളഞ്ഞൊരു ഇവൻ്റാണ്. സിദ്ധാർത്ഥ് മുഖർജിയുടെ ഒരു നോവൽ, ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് എംപറർ ഓഫ് മാലഡീസ് എന്നാണ്. എംപറർ ഓഫ് മാലഡീസ്, എ ബയോഗ്രഫി ഓഫ് ക്യാൻസർ. ക്യാൻസറിനെ കുറിച്ചിട്ടുള്ള അതിൻ്റെ ഒരു മെഡിക്കൽ സയൻസ് മാത്രമല്ല അദ്ദേഹം അതിൽ പറയുന്നത്, ക്യാൻസറിൻ്റെ ഹിസ്റ്ററിയാണ്. ക്യാൻസർ ചികിത്സ, ക്യാൻസറിൻ്റെ ഫൈൻഡിങ്, ഇതിൻ്റെ ഒരു എവല്യൂഷണറി ഹിസ്റ്ററിയാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അതിൽ അദ്ദേഹം പറയുന്നൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഉണ്ട്. ആ പോയിൻ്റ് ഇതാണ്: ഈ ക്യാൻസറിനൊരു പക്ഷേ നാളെ മരുന്ന് കണ്ടെത്തിയേക്കാം. മെഡിക്കൽ സയൻസിൻ്റെ വികസനത്തിൻ്റെ, റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഒരു 10 വർഷത്തിനുള്ളിലോ 20 വർഷത്തിനുള്ളിലോ ക്യാൻസർ എന്ന് പറയുന്നത് നമുക്ക് കേട്ടാൽ ഞെട്ടുന്ന അസുഖമല്ലാതായി മാറിയേക്കാം. നമ്മളിപ്പോൾ തലവേദന, പനി എങ്ങനെയാണ് കാണുന്നത് അതുപോലെ ആകുന്നൊരു ഫ്യൂച്ചർ സാധ്യമാണ്. പക്ഷെ അപ്പോഴും ക്യാൻസർ അല്ലാത്ത മറ്റൊരു അസുഖം ഹ്യൂമൻ കണ്ടീഷന് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമാകുന്ന ഒരു ഫ്യൂച്ചർ ഉണ്ടാവും. കാരണം നമ്മളുടെ ഈ മോഡേൺ ലീവിങ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. പുതിയ അസുഖങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന, അല്ലെങ്കിൽ പുതിയ മാരികൾക്കും മഹാമാരികൾക്കും ഒക്കെ കാരണമാകുന്ന തരത്തിലുള്ള ഒരു എക്കോളജിയാണ്, എക്കോസിസ്റ്റത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ക്യാൻസർ മാറിയാൽ വേറൊരു ക്യാൻസർ വരാം. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ക്യാൻസർ ഈസ് നോട്ട് എ ഫിസിക്കൽ കണ്ടീഷൻ, ഇറ്റ് ഈസ് എ ഫിലോസഫിക്കൽ ഓൺടോളജിക്കൽ കണ്ടീഷൻ. അതായത് ഹ്യൂമൻ എക്സിസ്റ്റൻസിനെ കുറിച്ചിട്ട് പ്രധാനമായി ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ഒരു സംഭവമാണ്. ഇതൊരു ഫിസിക്കലായിട്ട്, അത് ഹ്യൂമൻ എത്രത്തോളം ഫ്രെയിലാണ്, ഈ സ്പീഷീസ് എന്നുള്ള നിലക്ക് നമ്മൾ എത്രത്തോളം ഫ്രെയിലാണ്, നമ്മൾ എത്രത്തോളം ദുർബലരാണ്, എത്രത്തോളം നൈമിഷികമായിട്ടുള്ള ഒരു സ്പേസ് ടൈമിൽ ഒതുങ്ങി നിൽക്കുന്നവരാണ് എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നൊരു അസുഖമാണ്. അപ്പോൾ അതുകൊണ്ട് ക്യാൻസർ ഇനി ചികിത്സ ഉണ്ടാകുമോ അല്ലെങ്കിൽ അത് മാറുമോ എന്നുള്ളതല്ല, അത് ഹ്യൂമൻ കണ്ടീഷൻ്റെ, എൻ്റെ എസെൻസിൻ്റെ, എക്സിസ്റ്റൻസിൻ്റെ ഒരു ചോദ്യമായിട്ടാണ് നിൽക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും, ഇപ്പം മതത്തിലുള്ള ആളുകൾ പറയും നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ ഒരു 10 വയസ്സ് കൂടുതൽ ജീവിക്കും. എത്തിസ്റ്റുകൾ പറയും നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ 10 വയസ്സ് കുറവ് ജീവിക്കും.
ഈ അർത്ഥത്തിൽ നമ്മൾ ഒരാളുടെ ജീവിതത്തിനെ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഒരു മീൻസ് അല്ല മതത്തിൻ്റെ ആരാധനകൾ എന്ന് പറയുന്നത്. അതായത് ഡിസീസിൻ്റെ ഒരു സ്വഭാവം, ആ ഡിസീസ് ഒരു ടെൻറ്റേറ്റീവായ ട്രോമയാണ്. അതായത് നമുക്ക് ആർക്ക് എപ്പോൾ വരും, പിടിക്കും എന്ന് സാധ്യതയില്ലാത്തൊരു സംഭവം എന്ന് നിൽക്കെ ഇപ്പോൾ ഈ എത്തിസ്റ്റ് പൊസിഷൻ, അതായത് നോമ്പ് പിടിച്ചാൽ ലിവർ ഡിസീസ് ഉണ്ടാവും എന്ന് പറയുന്നൊരു പൊസിഷൻ. ഈ പൊസിഷനിൽ നമ്മൾ ഈ ഡിസീസ് ട്രോമ വളരെ ടെൻറ്റേറ്റീവാണ്, റിലേറ്റീവാണ്, ആപേക്ഷികമാണ് എന്ന് നിൽക്കെ എന്ത് സൊല്യൂഷനാണുള്ളത്? എനിക്ക് നാളെ ക്യാൻസർ വരാം. ഞാൻ ക്യാൻസർ വരാതിരിക്കാനുള്ള എല്ലാ സുരക്ഷകളും എടുത്താൽ തന്നെയും നിലവിലുള്ള അതിൻ്റെ ക്യാൻസറിന് കാരണമായേക്കാവുന്ന കാർസിനോജൻസിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി വെച്ചാൽ തന്നെ, പുകവലിക്കുന്നില്ല, മദ്യപിക്കുന്നില്ല, രാവിലെ വ്യായാമം ചെയ്യുന്നുണ്ട്, റെഡ് മീറ്റ് കഴിക്കുന്നില്ല, അങ്ങനെ നോൺ കാർസിനോജൻസിൻ്റെ ലിസ്റ്റ് എടുത്തിട്ട് ഞാൻ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിന്നാലും ഞാൻ ഫ്യൂച്ചറിൽ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആകാനുള്ള സാധ്യത 10ൽ 1 മുതൽ 10 വരെയാണ്. കാരണം സയൻസ് നാളെ ഫ്യൂച്ചറിൽ പ്രൂവ് ചെയ്യാനിരിക്കുന്ന ഏതെങ്കിലും നോൺ കാർസിനോജൻ വേരിയബിൾ കൊണ്ടായിരിക്കാം എനിക്ക് ഡിസീസ് ഉണ്ടാവുന്നത്. ഇതാണ് ഈ ടെൻറ്റേറ്റീവ്നെസ് ഓഫ് ഡിസീസ് ട്രോമ എന്ന് പറയും. അത് നമ്മൾ പലരും പറയാറുണ്ട്, എന്തൊരു ആരോഗ്യമുള്ള മനുഷ്യനായിരുന്നു, പെട്ടെന്ന് അയാൾ കുഴഞ്ഞു വീണ് മരിച്ചു. അപ്പോൾ നമ്മൾ അതിന് നോൺ ഫാക്ടേഴ്സ് പറയാം. അയാൾ ഇന്ന വാക്സിൻ എടുത്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അയാൾ നടക്കുന്ന വഴിയിലൂടെ ഒരു പ്രത്യേക ഫാക്ടറിയിൽ നിന്നുള്ള സാധനം ശ്വസിച്ചിട്ടാവാം. ഇതെല്ലാം നമുക്കുള്ള അഭ്യൂഹങ്ങളാണ്. ഈ നമ്മളുടെ അഭ്യൂഹങ്ങളുടെ ഒരു സെലക്റ്റഡ് സാമ്പിളിനെ വെച്ചിട്ടുള്ള കുറേയും കൂടി ഇമ്പിരിക്കലായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് സയൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സയൻറ്റിഫിക് ഫൈൻഡിങ് എന്ന് പറയുന്നത്. അതിനി അൺനോൺ വേരിയബിൾ കൊണ്ടാവാം, നാളെ ഫ്യൂച്ചറിൽ പ്രൂവ് ചെയ്യാനിരിക്കുന്നൊരു വേരിയബിൾ കൊണ്ടാവാം. അപ്പോൾ അതിൻ്റെ ഒരർത്ഥം എത്തിസ്റ്റിനെ പോലെ ഒരു ബിലീവർക്കും ഈ പറയുന്ന അസുഖങ്ങൾ വരാം എന്നുള്ളതാണ്. എങ്കിൽ 2 കൂട്ടർക്കും ഇതിന് ഓഫർ ചെയ്യാൻ കഴിയുന്ന സൊല്യൂഷൻ എന്താണെന്നുള്ളതാണ്. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ ലാപ്സ്ഡ് മുസ്ലിമായ ഒരാളോട് ഇതെല്ലാം വിശദീകരിച്ചിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഓഫർ ചെയ്യാൻ കഴിയുന്നൊരു സൊല്യൂഷൻ ഇത്ര മാത്രമേ ഉള്ളൂ. ലാപ്സ്ഡ് മുസ്ലിമായ നിനക്ക് ഈ അസുഖം വരല്ലേ എന്ന് പ്രാർത്ഥിക്കുക. അത് മതത്തിൻ്റെ കുറേയും കൂടി വിശാലമായ കരുണാർദ്രമായ, നമ്മൾ മതത്തിനെടുക്കുന്നത് ഒരു ഡോഗ്മാറ്റിക്കായിട്ടല്ലല്ലോ. ഡോഗ്മാറ്റിക്കായിട്ട് മതത്തെ സ്വീകരിക്കുന്ന ആളുകളുണ്ട്. ഇതേപോലെ സയൻസിൻ്റെ ഡോഗ്മ വെച്ചിട്ട് മതത്തെ സാധൂകരിക്കുന്ന ആളുകളുണ്ട്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. മതത്തിൻ്റെ അതിൻ്റെ കാതലായ സ്പിരിച്വൽ കോറിനെ നമ്മൾ അതേപോലെ മനസ്സിലേക്ക് ഇൻറ്റേണലൈസ് ചെയ്ത ഒരാൾ, അതിനെ ആവാഹിച്ച ഒരാൾ, സ്വീകരിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ എത്തിസ്റ്റാണെങ്കിലും മതദ്രോഹിയാണെങ്കിലും അയാൾക്ക് അസുഖം ഉണ്ടാവല്ലേ എന്ന് പ്രാർത്ഥിക്കലാണ് മതത്തിൻ്റെ ഏറ്റവും വലിയ വീക്ഷണം. അതേസമയം ഒരു എത്തിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു സ്കോപ്പല്ല ഉള്ളത്. അദ്ദേഹം പറയുന്നത്, നീയൊക്കെ നോമ്പ് പിടിച്ചോ, നരകിച്ചോ, അസുഖം വാങ്ങിവെച്ചോ, ഈ ഒരു ആറ്റിറ്റ്യൂഡിനൽ ഡിഫറൻസ് 2 തലത്തിലുണ്ട്. അപ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡിനൽ ഡിഫറൻസിനെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിൽ നമ്മളുടെ റിലീജിയസ് കോൺഷ്യസ്നെസ് വളർന്നിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് ബേസിക്കലി ഞാനിവിടെ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. അഡ്ലസ് ഹക്സ്ലിയുടെ ഒരു നോവലുണ്ട്, ഐലൻഡ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ബ്രേവ് ന്യൂ വേൾഡ് പോലെ അങ്ങനെ പ്രശസ്തമായൊരു വർക്കല്ല. ഐലൻഡിലെ രസമുള്ള ഒരു ഇമാജിനേഷൻ ഉണ്ട്. അതിൽ പാല എന്ന് പറയുന്നൊരു സ്ഥലം, നമ്മുടെ കോട്ടയത്തെ പാലയല്ല, മൂപ്പര് കണ്ടുപിടിച്ചൊരു സ്ഥലമാണ് പാല. അത് ഭയങ്കര രസകരമായിട്ട് ഈ പാലയിൽ കുറച്ച് യുവാക്കൾ വന്നിട്ട്
അവർ ഈ സൈക്കാഡെലിക് ഡ്രഗ്സുകൾ, LSD പോലുള്ള ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് അവർ കോൺഷ്യസ്നെസ് കിട്ടുന്നതാണ്. നമ്മൾ ഈ ഹിപ്പി മൂവ്മെൻറ്റ്, ബീറ്റിൽസ്, ഇവരുടെയൊക്കെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഒരു സമയത്ത് ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. സൈക്കാഡെലിക് ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് സ്പിരിച്വൽ എക്സ്പീരിയൻസിലേക്ക് എത്തിച്ചേരുന്ന ഒരു ജനറേഷൻ ഉണ്ടായിരുന്നു. അവരെല്ലാം പിന്നീട് അത് ഈ ഡ്രഗ്സിൽ നിന്ന് മാറിയിട്ട് ഈ CIA ആൻറ്റി ഡ്രഗ്സ് പ്രോഗ്രാം, അതിനെക്കുറിച്ച് ധാരാളം ഫൈൻഡിങ്സ് ഉണ്ട്. അതിൽ ഒന്ന് പറയുന്നത് ഈ ഡ്രഗ്സ് പൊതുവെ പ്രശ്നകരമല്ല, പക്ഷേ അത് ആളുകൾ പണിക്കൊന്നും പോകുന്നില്ല, ജോലിക്കൊന്നും പോകുന്നില്ല. ഈ ഡ്രഗ്സ് ഇങ്ങനെ കഴിക്കുക, പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, അവർക്കിങ്ങനെ ഈ എക്സ്പീരിയൻസ് മതി, റിലീജിയസ് എക്സ്പീരിയൻസ് മതി. അപ്പോൾ ചില ഡ്രഗ്സൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പല കളറിലുള്ള, ഞാൻ ഉപയോഗിച്ചിട്ടില്ല, നിങ്ങൾ ഉപയോഗിച്ചിരിക്കാൻ സാധ്യതയില്ല, പക്ഷേ അതിൻ്റെ അനുഭവസ്ഥർ പറയുന്നൊരു പോയിൻ്റ് ഇതാണ്. അത് പല കളറ്, അതുപോലെ തന്നെ ജീസസിനെ കാണുക. അതുപോലെ അലൻ ഗിൻസ്ബർഗ് ഡ്രഗ്സ് ഉപയോഗിച്ചപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ ലീഡറിനെ, ഇന്ത്യയിലെ സ്പിരിച്വൽ ലീഡറിനെ അദ്ദേഹം കണ്ടു എന്ന് പറയാം. അങ്ങനെ അദ്ദേഹം കൽക്കട്ടയിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. ഇവരൊന്നും അത്ര സ്റ്റുപ്പിഡായ ആളുകളല്ല, ഭയങ്കര ഇൻ്റലക്ച്വൽസ്. ബീറ്റിൽസ് മ്യൂസിക്കിൽ തന്നെ റെവല്യൂഷൻ ഉണ്ടാക്കിയ ആളുകളാണ്. സ്റ്റീവ് ജോബ്സ് വരുന്നു, ആപ്പിൾ കമ്പ്യൂട്ടർ അത് തുടക്കമിട്ട ആളാണ്. അതുപോലെ ഗൂഗിളിൻ്റെ ഫൗണ്ടർ ഇവിടെ നീം കരോളി ബാബയുടെ അടുത്ത് വന്നിട്ടാണ് അദ്ദേഹം കുറേ കാലം ജീവിച്ചത്. അപ്പം അങ്ങനെ ഈ സൈക്കാഡെലിക് ഡ്രഗ്സ് ഉപയോഗിച്ചു, പിന്നെ അതിൽ നിന്ന് നേരെ സ്പിരിച്വൽ ഇതിലേക്ക് പോകുന്ന ആളുകളുണ്ട്. അപ്പം അതുപോലെ ഒരു ഇമാജിനറി സിറ്റുവേഷനാണ് ഈ നോവലിലുള്ളത്. അപ്പോൾ അതിൽ അദ്ദേഹം ഒരു പദപ്രയോഗം ഉപയോഗിക്കുന്നുണ്ട്. ആ വേർഡിൻ്റെ അതിൻ്റെ പേര് ന്യൂറോ തിയോളജി എന്നാണ്. ന്യൂറോ തിയോളജിയൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഹക്സ്ലി ഉപയോഗിക്കുന്ന ഒരു കോൺവെർസേഷൻ. അദ്ദേഹം പറയുന്നൊരു പോയിൻ്റ്, പെയിൻ ഇതുവരെ അനുഭവിക്കാത്ത ഒരാൾക്ക് പെയിനിന് സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയും ചോദിക്കും. പണ്ടൊരാൾ ചോദിച്ചല്ലോ, അച്ഛനോട് ചോദിച്ചല്ലോ, അച്ഛൻ പറഞ്ഞു, മോനെ നീ കുടിക്കരുത്, കുടിച്ച് നിൻ്റെ അച്ഛൻ ഇതുവരെ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അച്ഛൻ കുടിച്ചിട്ടില്ലെങ്കിൽ അതിനെപ്പറ്റി പറയണ്ടാവും, ആദ്യം അച്ഛൻ പോയി കുടിച്ച് വന്നിട്ട് ഉപദേശിച്ചു എന്ന് പറയുന്ന പോലെ ഈ പെയിൻ അനുഭവിക്കാത്ത ഒരാളെ എങ്ങനെയാണ് പെയിനിന് സൊല്യൂഷൻ ഓഫർ ചെയ്യുന്നത് എന്നുള്ള ഒരു ചോദ്യം. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഒരു ന്യൂറോ തിയോളജിയനാവും. ന്യൂറോ തിയോളജിയൻ മീൻസ് അവരൊരു ഡ്രഗ് അവിടെ ഉപയോഗിക്കുന്നു. ആ ഡ്രഗിൻ്റെ പേര് മോക്ഷ എന്നാണ്. ഹക്സ്ലി ഉപയോഗിക്കുന്ന പേര് മോക്ഷ. എനിക്ക് തോന്നുന്നു ഈ നോവൽ നമ്മുടെ പാലയിലെ ബിഷപ്പ് വായിക്കേണ്ട നോവലാണ്. ഈ നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള അദ്ദേഹം ഉണ്ടല്ലോ, അദ്ദേഹം ഇത് വായിക്കണം. കാരണം ഇതിനു മുമ്പ് ഒരു പാലയിൽ കുറേ ആളുകൾ ഈ എല്ലാ മോക്ഷവും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഡ്രഗ്സ് പരീക്ഷണം നടത്തുന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഡ്രഗ്സ് എന്ന് പറയുന്നത് ഒരു അനിവാര്യ, എന്താ പറയുക, ഡെലിവറൻസിന്, ലിബറേഷന് ഒരു അനിവാര്യ ഘടകമാണ് ഇട്ട് അതിൽ പറയുന്നത്. ഇത് ആ നോവലിൻ്റെ ഇത് മാറുന്നുണ്ട്. പിന്നീട് ഈ ഡ്രഗ് ഒരു മീൻസിൽ നിന്ന് മാറിയിട്ട് പിന്നെ ഒരു സ്പിരിച്വൽ കോൺഷ്യസ്നെസ്സിലേക്ക് വരുന്നുണ്ട്. ഹക്സ്ലിയുടെ ഒരു പ്രത്യേകത, അദ്ദേഹം ഒരു പെരേനിയൽ സ്കൂളിലുള്ള ആളാണ്. പെരേനിയലിസം എന്ന് പറയും, പെരേനിയൽ ട്രൂത്ത്, പെരേനിയൽ സ്കൂൾ എന്ന് പറയും. മാർട്ടിൻ ലിങ്സ്, ഫ്രിജോഫ് ഷുവോൺ, റെനെ ഗുവോൺ, അതുപോലെ ഇദ്ദേഹം ഹക്സ്ലി. അത് പെരേനിയൽ സ്കൂൾ പറയുന്നത് ഇതാണ്, അത് എല്ലാ മതങ്ങളും, ഇപ്പം നിലനിൽക്കുന്ന എല്ലാ മതങ്ങളും ഒരൊറ്റ ആത്മീയധാരയുടെ മിസ്റ്റിക്കലായ ഒരു ട്രഡീഷൻ്റെ പാർട്ടാണ്. അപ്പോൾ എല്ലാ മതങ്ങളിലും ഉള്ളത് സത്യം ഒന്ന് തന്നെയാണ്, ട്രൂത്ത് ഒന്ന് തന്നെയാണ്. അത് സനാതനമാണ്. പെരേനിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സനാതനം എന്നാണ് അതിൻ്റെ അർത്ഥം. സനാതനവാദികളാണ്. ഇവിടെ സനാതന ധർമ്മമല്ല, സനാതനമാണ്. സത്യം സനാതനമാണ്.
അപ്പോൾ ആ സനാതനമായ സത്യത്തെയാണ് എല്ലാ മതങ്ങളിലെയും ആത്മീയധാരകൾ പ്രകാശിപ്പിക്കുന്നത്. സൂഫിസമായാലും അദ്വൈത വേദാന്ത ട്രഡീഷനായാലും ക്രിസ്ത്യൻ മിസ്റ്റിക്കൽ ട്രഡീഷനായാലും കബ്ബാല ജൂയിഷ് മിസ്റ്റിക്കൽ ട്രഡീഷനായാലും ഇതിനെല്ലാം പറയുന്നത് ഒരേ സത്യമാണെന്നുള്ള വാദമാണ്. മാർട്ടിൻ ലിങ്സിൻ്റെ വാട്ട് ഈസ് സൂഫിസം എന്ന് പറഞ്ഞൊരു പുസ്തകം, അതിൽ അദ്ദേഹം പറയുന്നൊരു പോയിൻ്റ്, സൂഫിസം എന്ന് പറയുന്നത് മറ്റു മതങ്ങൾ, അതായത് ഒരു സൂഫിയായ ഒരാൾക്ക് പിറ്റേ ദിവസം ഒരു സന്യാസിയാകാൻ കഴിയുമോ, ആ സന്യാസിക്ക് വീണ്ടും ഒരു സൂഫിയാകാൻ കഴിയുമോ, അങ്ങനെ ഓരോ ദിവസവും ഓരോന്നാകാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് അത് കഴിയില്ല. ഈ ഓരോ ആത്മീയധാരയും സവിശേഷമായ അനുഷ്ഠാന രീതികളും ചിന്താ പദ്ധതികളും ഒക്കെ ഇതിനകത്തുണ്ട്. പക്ഷേ അത് മറ്റ് ട്രഡീഷനുമായിട്ട് സത്യത്തിൻ്റെ കുറിച്ചിട്ടുള്ള ആശയ കൈമാറ്റം ഒന്നായിരിക്കും എന്നാണ്. അപ്പോൾ ഇതിലുള്ള ആളാണ് ഈ ഹക്സ്ലി. അപ്പോൾ ഈ നോവലിൻ്റെ ഇതിവൃത്തം അതാണ്. സൈക്കാഡെലിക് ഡ്രഗ്സ് കൊണ്ടൊന്നും കാര്യമില്ല, വേണ്ടത് ആത്മീയമായ ഒരു ഉണർച്ചയാണ്, കോൺഷ്യസ്നെസ്സാണ്, പ്രിമീവൽ കോൺഷ്യസ്നെസ്സിലേക്ക് ഉണരലാണ് വേണ്ടത് എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, പാലാ ബിഷപ്പ് ഈ നോവൽ വായിക്കണം. എന്തുകൊണ്ട് ആളുകൾ ചെറുപ്പക്കാർ ഈ ഡ്രഗ്സ് അന്വേഷിച്ച് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ആൻസർ അതിനുണ്ട് ഈ ഐലൻഡ് എന്ന് പറയുന്ന നോവലിനകത്ത്. അപ്പോൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫ്രേസിംഗ് ആണ് ഈ ന്യൂറോ തിയോളജി. അതായത് ഈ ന്യൂറോ തിയോളജി പറയുന്നത് നമ്മൾ ഈ യൂണിഫോമിസം എന്ന് പറയുന്ന ഈ സ്റ്റീഫൻ ജെ ഗോൾഡൊക്കെ കൊണ്ടുവന്ന ഒരു സാധനം, അതായത് ഹ്യൂമൻ എവല്യൂഷൻ ആയാലും ബയോളജിക്കൽ പ്രോസസ്സ് ആയാലും അതെല്ലാം യൂണിഫോമായിട്ടല്ല വരുന്നത്. അതിങ്ങനെ മാറ്റം, എക്സ്പീരിയൻസിൽ തന്നെ മാറ്റം വരും, ഹ്യൂമൻ എക്സ്പീരിയൻസിൽ തന്നെ മാറ്റം വരും. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ റിച്ചാർഡ് ഡോക്കിൻസ്, അദ്ദേഹം ഗോഡ് ഡെല്യൂഷൻ എഴുതുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാദം ശാസ്ത്രവും മതവും ചേർന്ന് പോകണ്ടാവും. അത് രണ്ടും ഇങ്ങനെ ചേർന്നൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനില്ല. കാരണം മതത്തിന് ഒന്നും ഓഫർ ചെയ്യാനില്ല. റിലീജിയൻ എന്ന് പറയുന്നത് തീർത്തും ഒരു തെറ്റായ ഡെല്യൂഷനാണ്. അത് നമ്മളുടെ തെറ്റായ വിശ്വാസമാണ്, അബദ്ധധാരണയാണ്. സയൻസ് എന്ന് പറയുന്നത് എംപിരിക്കൽ ഫൗണ്ടേഷനിലുള്ളത്. അവ രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല. മോറൽ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ അത് മതം പഠിപ്പിക്കുന്നതല്ല, അത് നമ്മളുടെ ജീൻ സെലക്ഷനാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് അതിന് മുമ്പ് വന്നിട്ടുള്ള, എന്തൊരു ജീനാണ്, സെൽഫിഷ് ജീനിൻ്റെ നാച്ചുറൽ സെലക്ഷനാണ്. അതായത് ഒരു കോൺഷ്യസ്നെസ് ഉണ്ടാകുന്നതും മൊറാലിറ്റി ഉണ്ടാകുന്നതൊക്കെ നമ്മുടെ നാച്ചുറൽ സെലക്ഷനാണ്, ഒരു സെൽഫിഷ് ജീനിൻ്റെ നാച്ചുറൽ സെലക്ഷനാണ്. അതായത് ഓർഗാനിസം ആ സച്ചല്ല ഇവോൾവ് ചെയ്യുന്നത്, ജീനുകളാണ് ഒരു കെമിക്കൽ പ്രോസസ്സിലൂടെ ഇവോൾവ് ചെയ്ത് വരുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. ഇത് പറഞ്ഞ് ഡോക്കിൻസ് 2011 അദ്ദേഹം പറഞ്ഞൊരു പോയിൻ്റ്, ജീസസ് വാസ് എ ഗ്രേറ്റ് മോറൽ ടീച്ചറാണെന്നത്. ആ പറച്ചിൽ ഡോക്കിൻസിൻ്റെ ഒരു സെൽഫിഷ് ജീനിൻ്റെ നാച്ചുറൽ സെലക്ഷൻ അടിസ്ഥാനത്തിൽ പറഞ്ഞതായിരിക്കും. പക്ഷേ ഞാൻ പറയുന്നത് ഈ ഹ്യൂമൻ ബിഹേവിയറിനും ഹ്യൂമൻ കോൺഷ്യസ്നെസ്സിനും ഉണ്ടാകുന്ന ഒരു ചേഞ്ച് ഉണ്ടല്ലോ, ആ ചേഞ്ച് നമ്മൾ നേരത്തെ കൂട്ടിയ ആളുകളെ ജഡ്ജ് ചെയ്യുന്നതിന് പകരം ആ ആളുകളുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കുക. അതാണ് പലപ്പോഴും ഈ ഇതില്ലേ ദീനിൽ പറയുന്നത്, ആളുകളോട് നിങ്ങൾ നല്ല രീതിയിൽ സംവദിക്കുക എന്ന് പറയുന്നതിൻ്റെ പോയിൻ്റ് അതാണ്. അതായത് ആളുകൾ ജഡ്ജ് ചെയ്യാതിരിക്കുക, അവരുടെ ആർഗ്യുമെൻറ്റുകളെ തിരുത്തുക എന്ന് പറയുന്നത് പോലെ. നമ്മൾ ഡോക്കിൻസ് ഇന്ന ആളാണ് എന്ന് ഡോക്കിൻസിനെ അല്ല വിമർശിക്കുക,
കാരണം ഡോക്കിൻസ് എന്ന് പറയുന്നത് പടച്ചവൻ സൃഷ്ടിച്ച ആളാണ്. പടച്ചവന് പർപ്പസ് ഉണ്ട് ഡോക്കിൻസിനെ കൊണ്ട്. ഡോക്കിൻസ് ഒരു സമയത്ത് പറയുന്ന അഭിപ്രായങ്ങളെയാണ് നമ്മൾ വിമർശിക്കുക. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ദീനിൻ്റെ നസ്വീഹത്തിൻ്റെ പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ന്യൂറോ തിയോളജിക്കൽ പൊസിഷൻ എന്ന് പറയുന്നത് ഈ ഹക്സിലി പറയുന്നത്, നമ്മൾ എല്ലാ വ്യക്തികളും രണ്ട് തരത്തിലുള്ള ഒരു സമീപനം ഉണ്ടാവും. ചില സമയത്ത് ആളുകൾ ഭയങ്കര സ്പിരിച്വലി കോൺഷ്യസ് ആയിരിക്കും, ഉണർച്ചയുടെ സമയം ഉണ്ടാവും. പ്രത്യേകിച്ചും ഈ രാവിലെയൊക്കെ എഴുന്നേറ്റിട്ട് സുബിയൊക്കെ നിസ്കരിച്ച് ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന വെയിൽ വരുന്ന സമയത്ത് ഈ റൊമാൻറ്റിക് ഇമാജിനേഷനിൽ വരുന്നൊരു സങ്കല്പം അതാണ്. അതായത് നമ്മളൊരു പൂവ് കാണുന്നു, പുഴ ഒഴുകി വരുന്നു, നല്ല ചൂടുള്ള സമയത്ത് ഒരു മഴ പെയ്തിട്ട് ഇങ്ങനെ ഒരു ചാറ്റൽ മഴ ഇങ്ങനെ വീഴ്ചുന്നു, അത് നമ്മളുടെ ഈ സമയത്തൊക്കെ നമുക്ക് ഒരു സ്പിരിച്വൽ ഒരു കോൺഷ്യസ്നെസ് ഉണ്ടാവും. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചായയൊക്കെ കുടിച്ച് വരുമ്പോൾ ഒരാൾ നമ്മളോട് ഇത് ചെയ്യുമ്പോൾ അയാളെ അടിക്കാൻ പോകുന്നുണ്ട്. ഈ ഒരു അംബിഗ്വസ് ആണ്, അതായത് ഇങ്ങനെ ചാഞ്ചാടുന്ന ഒരു സ്വഭാവമാണ്. ന്യൂറോ തിയോളജിയൻസ് എപ്പോഴും ഈ ചാഞ്ചാട്ടക്കാരായിരിക്കും, പക്ഷേ അവരിൽ എപ്പോഴും ഈ ഒരു തിയോളജി, അവരുടെ ബ്രെയിനിൽ തിയോളജി വയർ ചെയ്തിട്ടുണ്ടാവുന്ന ഒരു കോൺഷ്യസ്നെസ് വയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിങ്ങനെ ഒരു കോൺഷ്യസായ കറക്ഷൻ വഴി ആളുകൾക്ക് കിട്ടുന്ന ഒരു സംഭവം ഇത്. പക്ഷേ പിന്നീട് ഈ ന്യൂറോ തിയോളജി എന്നുള്ളത് ഇത് ഫിക്ഷനിലാണ് അദ്ദേഹം ഉപയോഗിച്ചത്, ഒരു നോവലിലാണ് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിലും പിന്നീട് രണ്ടുപേരുടെ ഒരു പഠനത്തിൽ ഈ സങ്കല്പം അത് വരുന്നുണ്ട്. അതിൽ ആൻഡ്രൂ ന്യൂബർഗും യുജീൻ ഡി അക്യുലി, ഇങ്ങനെ രണ്ട് സ്കോളേഴ്സ്. അതിൽ ഒരാൾ സൈക്കോളജിസ്റ്റാണ്, മറ്റാൾ ന്യൂക്ലിയർ മെഡിസിനിലുള്ളവരാണ്. ഇവർ പരീക്ഷണം നടത്തി. ഡിപ്രഷൻ കാരണം പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് വഴിവെക്കുന്ന ആളുകളിൽ നടത്തിയ ഒരു റിസർച്ചിൽ ഈ ന്യൂറോ തിയോളജി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കൊണ്ടുവരാം. അത് ഡ്രഗ്സിൻ്റെ സഹായത്തോടു കൂടി ആളുകളെ ഡിപ്രഷനിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നിവർ പറഞ്ഞിരുന്നു. അതിന് പലതരത്തിലിപ്പോൾ മയോ ക്ലിനിക്ക് പോലുള്ള സ്ഥലത്ത് യോഗ, മെഡിറ്റേഷൻസ് ഇതെല്ലാം ചെയ്യുന്നു. അപ്പോൾ ഒരു സമയത്ത് യോഗ എന്ന് പറയുന്നതിനെ എതിർത്തിരുന്ന സയൻസ് യോഗിക് പ്രാക്ടീസിനെ അപ്രൂവ് ചെയ്യുന്നു. അപ്പോൾ അതായത് എപ്പോഴും ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് ഉണ്ടാകുക, എപ്പോഴും ഒരു കോൺഷ്യസ്നെസ് ഉണ്ടാകുക എന്നുള്ള ഒരു പോയിൻ്റാണ്. ഇപ്പോഴുള്ള വളരെ രസകരമായ പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ആർഗ്യുമെൻ്റ്, ഈ ഒരു സമയത്ത് ഇതിനെല്ലാം എതിർത്തിരുന്ന യുക്തിവാദികൾ, പ്രത്യേകിച്ചും ഈ COVID-19 ശേഷമുള്ള പല ആളുകളും ഈ യുക്തിവാദി സർക്കിളിൽ, എത്തിസ്റ്റുകളുടെ സർക്കിളിൽ വന്നിട്ടുള്ള മാറ്റം വളരെ വലുതാണ്. അതായത് ജൂലിയൻ ബാഗിനിയുടെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ഗോഡ്ലെസ് ഗോസ്പൽ എന്നാണ്. ഗോഡ്ലെസ് ഗോസ്പൽ. യുക്തിവാദികളിൽ കുറേ കൂടി എന്താ പറയുക, ഞാൻ യുക്തിവാദിയാണ്, നിരീശ്വരവാദിയാണ്, എൻ്റെ ഫ്രെയിം വർക്കാണ് ഇംപിരിക്കലാണ്, എനിക്ക് അങ്ങനെ ഉള്ളൊരു ഫ്രെയിം വർക്കിലൂടെ അല്ലാതെ ലോകത്തെയോ ജീവിതത്തെയോ കാണാൻ കഴിയില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുകയും, എന്നാൽ മതത്തിൻ്റെ കാഴ്ചപ്പാട്, മതവിശ്വാസികളുടെ കാഴ്ചപ്പാടുകളിൽ അനുതാപപൂർവം നോക്കിക്കാണുകയും ചെയ്യുന്ന യുക്തിവാദികളുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ജൂലിയൻ ബാഗിനി. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ഈ ഗോഡ്ലെസ് ഗോസ്പൽ. അദ്ദേഹം ഈ പുസ്തകത്തിൽ അദ്ദേഹം ചെയ്യുന്നൊരു കാര്യം, ബൈബിളിനകത്ത്, പുതിയ നിയമത്തിനകത്ത് അതിൻ്റെ അകത്തുള്ള മിറാക്കിൾസ്, അതുപോലെ തന്നെ മാജിക്ക്, അതായത് യേശു
സുഖപ്പെടുത്തി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മുഅ്ജിസത്തുകൾ, ഈ മുഅ്ജിസത്തിൻ്റെ എലമെൻറ്റുകളെല്ലാം എടുത്തു കളഞ്ഞിട്ട് അതിനകത്തുള്ള മോറൽ ഫിലോസഫി എന്താണെന്നുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ ബൈബിൾ എടുത്തു കഴിഞ്ഞാൽ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക, നീ നിനക്കെന്ത് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നോ അത് നിൻ്റെ ബ്രദറിനും ആഗ്രഹിക്കുക, ഇങ്ങനെയുള്ള സംഭവം. ഇപ്പോൾ ഹദീസുകൾ എടുത്താൽ അങ്ങനെ കാണാം. റസൂലിൻ്റെ ഹദീസുകൾ എടുത്താൽ ഈ എത്തിക്കൽ പ്രിസെപ്റ്റ്സുകൾ ഉണ്ടാവും ധാരാളം. അതുപോലെ തന്നെ റസൂലിനെ കുറിച്ചിട്ടും ഇതിനെക്കുറിച്ചിട്ടും പറഞ്ഞിട്ടുള്ള മുഅ്ജിസത്തുകളുടെയും ഒക്കെ സംഭവങ്ങളുണ്ടാവും. അപ്പോൾ ഇതിൽ ഇദ്ദേഹം ചെയ്തത് ഈ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ മുഅ്ജിസത്തുകൾ ബൈബിളിൽ നിന്ന് അങ്ങനെയുള്ള എല്ലാ എലമെൻസും എടുത്ത് കളഞ്ഞിട്ട്, ബയോഗ്രഫി എടുത്ത് കളഞ്ഞിട്ട് അതിനകത്തുള്ള മോറൽ പ്രിസെപ്റ്റ്സുകൾ മാത്രം എടുത്തിട്ടൊരു ബൈബിൾ ഉണ്ടാക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ അതിനെയാണ് ഗോഡ്ലെസ് ഗോസ്പൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഫൈൻഡിങ്സ് എത്തിസ്റ്റുകളുടെ മേഖലയിൽ വളരെ വിപുലമാണ്. അപ്പോൾ പക്ഷേ ഈ ഇങ്ങനെ ഫൈൻഡിങ്സ് ഉണ്ട് വരുന്നത്, അതായത് ഈ മതത്തിനോട് കുറേയും കൂടി അനുതാപപൂർവ്വം മതത്തെ നോക്കിക്കാണുകയും മതം ശാസ്ത്രം എന്നുള്ളത് ഇങ്ങനെ ചേരി തിരിഞ്ഞ് പോരടിക്കേണ്ട രണ്ട് മണ്ഡലങ്ങളല്ല, കോൺഷ്യസ്നെസ്സിൻ്റെ പല ഡയമെൻഷൻസാണ് എന്നൊക്കെയുള്ള രീതിയിൽ പഠനം വരുമ്പോൾ, അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ജീസസ് ഒരു വലിയ മോറൽ ടീച്ചറാണ് എന്ന് 2011 ഡോക്കിൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1952 C.S. ലൂയിസിൻ്റെ ഒരു പുസ്തകമുണ്ട്, മിയർ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അതിൽ അദ്ദേഹം ഇതേ ആർഗ്യുമെൻ്റ്, അതിൽ C.S. ലൂയിസ് പറയുന്നൊരു ആർഗ്യുമെൻ്റ് ഇതാണ്: ഒരു പക്ഷേ നിങ്ങൾ പറഞ്ഞേക്കും ക്രിസ്ത്യാനിറ്റിയുടെ ചില അംശങ്ങൾ, ഞാൻ ക്രിസ്ത്യാനിറ്റി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇസ്ലാം മതം മൊത്തത്തിലാണ് പറയുന്നത്. അപ്പോൾ ഈ ജീസസ് എന്ന് പറയുന്നൊരു കേവലം ഒരു ഒരു മോറൽ ടീച്ചറാണെന്ന് പറഞ്ഞേക്കും, കേവലം ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞേക്കും. ജീസസ് കേവലം ഒരു മനുഷ്യനാണ് എന്ന് നിങ്ങൾ പറഞ്ഞേക്കും. ഇതാണ് അദ്ദേഹത്തിൻ്റെ വാദം. മിയർ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ജീസസ് ഒരു കേവലം ഒരു മനുഷ്യനുണ്ടാക്കിയ മതമാണ് എന്ന് നിങ്ങൾ പറഞ്ഞേക്കും. പക്ഷേ എന്നിട്ട് C.S. ലൂയിസ് പറയുന്നൊരു ആർഗ്യുമെൻ്റ്, അങ്ങനെയുള്ള നിങ്ങളുടെ എൻഡോഴ്സ്മെൻറ്റ്, വാലിഡേഷൻ ആവശ്യമില്ല. കാരണം ജീസസിൻ്റെ ഈ നിങ്ങൾ കാണുന്ന വളരെ വ്യത്യസ്തമായ, യൂണീക്കായ, യൂണിഫോമായ മോറൽ വാല്യൂ എന്ന് പറയുന്നത് കേവലമായ മനുഷ്യനാണ് ജീസസ് എന്നുള്ളത് കൊണ്ടുണ്ടായതല്ല, അത് ജീസസിൻ്റെ ദൈവീകതയാണ്. അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് കേവലം ഒരു സ്റ്റുപ്പിഡിറ്റി മാത്രമാണ് എന്നുള്ള വളരെ പ്രൊവോക്കേറ്റീവായ ആർഗ്യുമെൻ്റാണ്. ഈ C.S. ലൂയിസിനെ കുറിച്ചിട്ട് ഇപ്പോൾ ഈ അടുത്തൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, ഫ്രോയിഡ്സ് ലാസ്റ്റ് സെഷൻ എന്നാണ് അതിൻ്റെ പേര്. സിഗ്മണ്ട് ഫ്രോയിഡും C.S. ലൂയിസും അവർ തമ്മിലുള്ള കോൺവെർസേഷനാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സിഗ്മണ്ട് ഫ്രോയിഡിനെ കാണാനായിട്ട് ഇദ്ദേഹം വരുന്നു, C.S. ലൂയിസ് വരുന്നു. എനിക്ക് തോന്നുന്നത് എത്തിസ്റ്റുകളും മതവിശ്വാസികളും തമ്മിൽ ഉണ്ടാകേണ്ട, അതായത് ഹാർഡ് കോർ എത്തിസ്റ്റുകളും മതത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരാളും തമ്മിൽ ഉണ്ടാകേണ്ട ആശയ സംവാദത്തിൻ്റെ ഒരു വിശാലമായ ഒരു സ്പെക്ട്രം ആ സിനിമ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിൽ പിൽഗ്രിം റിഗ്രസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു പുസ്തകം C.S. ലൂയിസ് എഴുതിയിട്ടുണ്ട്. അതാണത് ആ സമയത്ത് അദ്ദേഹം എഴുതിയ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് എഴുതിയ ഏറ്റവും അവസാനത്തെ പുസ്തകം. ആ പുസ്തകത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഫ്രോയിഡിൻ്റെ അടുത്തേക്ക് വരുന്നത്. ഫ്രോയിഡ് അടിയുറച്ച എത്തിസ്റ്റാണ്, C.S. ലൂയിസ് ദൈവവിശ്വാസിയാണ്, മതവിശ്വാസിയാണ്. ഒരാൾ ശാസ്ത്രത്തിൻ്റെ ഡോഗ്മയിൽ, സയൻസ് ഇതുവരെ പറഞ്ഞു വെച്ചത് എന്താണോ
പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണോ, ഇനി പറയാൻ പോകുന്നത് എന്താണോ, അത് മാത്രം ഹ്യൂമൻ സ്പീഷീസിൻ്റെ സർവൈവലിന് ആവശ്യമുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. മറ്റേ ആൾ ഈ യുദ്ധം ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മതം എന്ന് പറയുന്നത് ഒരു ആൾട്ടർനേറ്റീവായ, കുറേ കൂടി കാമായ, പീസ്ഫുള്ളായ, സ്പിരിച്വലി എൻറിച്ചിങ് ആയ ലൈഫ് നയിക്കാനുള്ള ഒരു സാധ്യതയാണ് എന്ന് തിരിച്ചറിഞ്ഞ ആളാണ്. ഇവർ തമ്മിലുള്ള സംവാദമാണ്. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ഫിലിമാണ്, സിനിമ. അപ്പോൾ ഇതിനകത്ത് വരുന്നൊരു പോയിൻ്റ് ഉണ്ട്. എന്തുകൊണ്ടാണ് C.S. ലൂയിസ്, ആദ്യകാലത്ത് എത്തിസ്റ്റായിരുന്ന C.S. ലൂയിസ് എന്തുകൊണ്ടാണ് മതവിശ്വാസിയായി പെട്ടെന്ന് ഈ റിലീജിയൻ അദ്ദേഹത്തിന് ഉണ്ടായതെന്നുള്ള ഒരു ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഫ്രോയിഡ് തന്നെ ചോദിക്കുന്നുണ്ട്, വാട്ട് ഹാപ്പൻ ടു യു, എന്താ സംഭവിച്ചത്. ഇപ്പം അവിടെ ലൈഫ് എക്സ്പീരിയൻസിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരു ചോദ്യം ഇതിനകത്തൊക്കെ വരുന്നുണ്ട്. അദ്ദേഹം പട്ടാളക്കാരനായിരുന്നു. ഇവർ രണ്ടുപേരും ഒരു ക്യാമ്പിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഫൈറ്റ് ചെയ്യാൻ പോയത്. അപ്പോൾ ആ സമയത്ത് ഈ കൂട്ടുകാരൻ മരിക്കുന്നു. മരണമുനമ്പിൽ നിന്ന് ഏതാനും നിമിഷങ്ങളുടെ ഒരു വ്യത്യാസത്തിൽ ജീവൻ രക്ഷപ്പെട്ടു പോയ ആളാണ് C.S. ലൂയിസ്. അപ്പോൾ മരിക്കുന്നതിന് മുമ്പായിട്ട് സുഹൃത്ത് പറഞ്ഞത് അമ്മേനെ കാണണം, അമ്മക്ക് കൊടുക്കാനുള്ള കുറേ, അതായത് വളരെ ഇമോഷണലായ, നമ്മൾ വേണമെങ്കിൽ ഒരു എത്തിസ്റ്റ് പൊസിഷനിൽ നിന്ന് സെൻറ്റിമെൻറ്റാലിറ്റി എന്നോ അല്ലെങ്കിൽ സെൽഫിഷ് ജീനിൻ്റെ ഒരു എന്താണ് സെൻസ് ഡേറ്റയുടെ എക്സ്പ്ലോയിറ്റേഷൻ എന്നോ ഒക്കെ വിളിക്കാവുന്ന ഒരു തലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മയുമായി കാണുന്നു. മകൻ മരിച്ചിട്ടും അമ്മ അത് സ്വീകരിക്കുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ധാരാളം എലമെൻറ്റ്സ് വരുന്നുണ്ട്. ഞാൻ ഈ എക്സ്പീരിയൻസ് എന്ന് പറയും, ഇംപീരിക്കൽ റിയാലിറ്റി എന്ന് പറയുന്നത് ശാസ്ത്രത്തെക്കാളേറെ മതവിശ്വാസികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്ന ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ ടോക്കിൽ മൊത്തം പറഞ്ഞത് ഇതാണ്. അതായത് പെയിൻ്റെ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരാൾക്ക് എങ്ങനെ പെയിന് പരിഹാരം ഓഫർ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ചോദ്യമാണ് ന്യൂറോ തിയോളജിയുടെ തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഒരു ലോക സാഹചര്യത്തിൽ, ഏത് ലോക സാഹചര്യത്തിലും ഇപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് 2014 1982 ആണെങ്കിലും എന്നാണ് ഞാൻ ജനിച്ചത്. ഇനി അതിനും 30 കൊല്ലം മുമ്പോട്ട് പോയിട്ട് 1950 ഒരേ സാഹചര്യമാണുള്ളത്. പെയിൻ്റെ ഹ്യൂമൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ കഴിയുന്ന ഒരു കോമണാലിറ്റി എന്ന് പറയുന്നത് സഫറിങ്സും പെർസിക്യൂഷനും പെയിനുമാണ്. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുമ്പോൾ ഇതേപ്പറ്റൊന്നും അറിയാത്ത കുഞ്ഞുങ്ങൾ ഗാസയിൽ ഉണ്ട്, ഉക്രൈനിലുണ്ട്. ലിവിങ് എൻവയോൺമെൻറ്റ് ഡിസ്പ്ലേസ്ഡായി പോകുന്ന അബോർജിൻസ് ലോകത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. സ്വീഡൻ പോലുള്ള സ്ഥലങ്ങളിലുണ്ട്. ആളുകളെ ജനസൈഡ് ചെയ്യുന്നത് നമുക്കിതെല്ലാം ഇപ്പോൾ ഗസയിലുള്ളത് നമുക്കറിയാം, പത്രങ്ങളിലൂടെ അറിയാം. ഈ പത്രങ്ങളിലൂടെ അറിയാതെ ജനസൈഡിന് വിധേയമാകുന്ന ധാരാളം ആളുകളുണ്ട്. ഇവർക്ക് എന്ത് സൊല്യൂഷനാണ് ശാസ്ത്രത്തിനും മതത്തിനും ഓഫർ ചെയ്യാൻ കഴിയുന്നതെന്നുള്ളതാണ് ചോദ്യം. പഠിക്കുന്ന എല്ലാ സർവകലാശാലകളും തകർക്കപ്പെട്ട ഒരു ഗസ പോലുള്ളൊരു സ്ഥലത്ത് നിന്നിട്ട് നിങ്ങളുടെ ടെററിസ്റ്റുകളെ ജ്ഞാനം കൊണ്ട്, അറിവ് കൊണ്ട് പുറത്താക്കൂ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണോ നമ്മൾ അവർക്ക് ഓഫർ ചെയ്യാനുള്ളത്? അല്ലെങ്കിൽ ഈ പ്ലാനറ്റിൽ നിന്ന് മാറിയിട്ട് അടുത്ത പ്ലാനറ്റിലേക്ക് കൊളനൈസ് ചെയ്താൽ നമ്മളുടെ എല്ലാ സൊല്യൂഷനും, ക്ലൈമറ്റ് ചേഞ്ച് പോലുള്ള എല്ലാ പ്രോബ്ലത്തിനും പരിഹാരം ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരു മൾട്ടി മില്യനെയറുടെ
എലോൺ മസ്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ ഒരു പ്ലാനറ്റിലേക്ക് അവരെ കൊണ്ടുപോകാമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞത് കൊളനൈസ് മാർസ് എന്നാണ്. നമ്മൾ ഈ കൊളനൈസ് എന്ന് പറയുന്ന വേർഡ് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ ആദ്യ എഡിഷനിൽ നോക്കുകയാണെങ്കിൽ വളരെ നല്ല വേർഡായിട്ടുണ്ടാവും. അതായത് ചെല്ലാത്തടത്ത് ചെന്നെത്തുക എന്നുള്ള. പക്ഷേ ഇന്ന് 2014 കൊളനൈസ് എന്ന് പറയുമ്പോൾ ചെല്ലാത്തടത്ത് ചെന്നെത്തുക എന്നുള്ളതല്ല. കൊളനൈസ് എന്ന് പറയുന്ന വേർഡ് കൊണ്ടുവരുന്ന ഒരു മീനിങ് പെർസിക്യൂഷൻ, ജനസൈഡ്, ഫോഴ്സ്ഫുൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് പീപ്പിൾ, റേഷ്യൽ എത്നിക് ക്ലെൻസിങ്, ഈ ഒരു അനുഭവമാണ് നമ്മളുടെ മുമ്പിലുള്ളത്. ഇതിന് സയൻസിന് എന്ത് ചെയ്യാൻ കഴിയും, മതത്തിന് എന്ത് ചെയ്യാൻ കഴിയും ഇപ്പോൾ എന്നുള്ളതാണ് ചോദ്യം. പ്രത്യേകിച്ചും മതവിശ്വാസികൾ എന്നുള്ള തലത്തിൽ നമ്മൾക്ക് ഇസ്ലാമിനകത്ത്, ഞാൻ കൺക്ലൂഡ് ചെയ്യണം എൻ്റെ വീട്, പക്ഷേ അതിനു മുമ്പ് പറയാനുള്ളത്, നമുക്ക് ഒരു കലാം തിയോളജി ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസൊക്കെ ഈ സഫറിങ്സ് കൊണ്ടുവരുന്നത് പടച്ചോനാണോ, സഫറിങ്സ് നമ്മളാണോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്ന ഒരു മതത്തിൻ്റെ തലം നമുക്കുള്ളത് കലാം തിയോളജിയിലാണ്, അക്കീദയിലാണ്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, നമ്മളുടെ അക്കീദയുടെ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ ഡോഗ്മാറ്റിക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടാനും എൻ്റെ പൊസിഷനാണ് ശരിയെന്ന് പറയാനും ആർഗ്യുമെൻ്റ് വിൻ ചെയ്യാനും അത് ആ സമയത്ത് അനിവാര്യമായിട്ടുണ്ടാവാം. ഞാൻ ഈ പണ്ഡിതന്മാരെയോ ഗ്രന്ഥങ്ങളെയോ മത അനുഭവത്തെയോ മതചരിത്രത്തെയോ ഇകഴ്ത്തുകയല്ല, അതിന് ഇതുണ്ടാവും. പക്ഷേ നാളത്തെ തിയോളജിയൻസ് എന്നുള്ള നിലക്ക് ഈ ചരിത്രത്തിൻ്റെ തുടർച്ചയല്ല നിങ്ങളുടെ ധർമ്മം, മറിച്ച് ആളുകൾ സഫറിങ് ചെയ്യുന്നുണ്ട്, പെയിൻ ഉണ്ട്. ചെറിയ ലോക്കൽ ഏരിയകളിൽ ഡ്രഗ് യൂസ് ചെയ്യുന്നവരുണ്ട്, ഡ്രഗിലേക്ക് പോകുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് യഥാർത്ഥ സ്പിരിച്വൽ ലവ്, റിലീജിയൻ ആസ് എ സോഴ്സ് ഓഫ് ലവ് എന്ന് പറയുന്ന ഒരു സങ്കല്പം കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ? ഇനി വളരെ ഒരു മാക്രോ ലെവലിൽ ഈ ലോകത്തിൻ്റെ സഫറിങ്സിന് സൊല്യൂഷനായിട്ട് നമുക്ക് തിയോളജീനെ അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? അതിന് ആരെല്ലാമായിട്ട് നമുക്ക് ഐക്യപ്പെടാൻ കഴിയുന്നുണ്ട്, ആരോടൊക്കെ ഒപ്പം നമുക്ക് വേദി പങ്കിടാൻ കഴിയുന്നുണ്ട്, എങ്ങനെ നമുക്ക് സയൻസിനെ തിരുത്താൻ കഴിയുന്നുണ്ട്, സയൻസിനെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നുണ്ട്. ഈ രീതിയിലേക്ക് കോൺഷ്യസ്നെസ്സിനെയും കോൺഷ്യൻസിനെയും ഒത്തിണക്കിയിട്ടുള്ള ഒരു ശാസ്ത്ര അന്വേഷണത്തിന് തിയോളജി തയ്യാറാവേണ്ടതുണ്ട്. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.